നിങ്ങൾ ഉരുകുകയാണെങ്കിൽ, നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നിങ്ങൾ ഉരുകണം, ജീവിക്കണം. അത് കണ്ട് നിങ്ങളുടെ മക്കളെ വളർത്തണം. അങ്ങനെ വളർന്നാൽ നിങ്ങളുടെ വാർദ്ധക്യം സമ്പുഷ്ടമാവും, ഉറപ്പാണ്. അത് മക്കൾ കണ്ട് വളരണം. ഇന്നത് മക്കൾ കണ്ട് വളരുന്നില്ല, അതാ വലിയ പ്രശ്നം അല്ലേ? മക്കളുടെയൊക്കെ വിജയത്തിന് വേണ്ടി, മക്കളുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് വീട് വിട്ടിറങ്ങി, അല്ലെങ്കിൽ അവർക്ക് പഠിക്കാനായി, അല്ലെങ്കിൽ ഒരു സാധുസ്ത്രീ കുറച്ചു നേരം വാർത്ത കേട്ടാൽ, ഒരു ഉമ്മ വാർത്ത കേട്ടാൽ, ഒരു ഉപ്പ വാർത്ത കേട്ടാൽ, ഒരു സീരിയൽ അറിയാതെ വെച്ചാൽ അവരെ പരിഹസിക്കുന്ന ഒരു പരിഷ്കൃതമായ സമൂഹവും ഇന്ന് നമ്മളുടെ ഇടയിലുണ്ട്. അവിടെ എല്ലാം ഓർക്കണം, ഒരു സന്തോഷം പോലും കിട്ടാത്ത 80 വയസ്സുള്ള ഒരപ്പൻ, ഒരു ഉപ്പ ഒരു കുറച്ച് സമയമൊക്കെ വാർത്ത കേട്ടാൽ, അവർക്ക് ഇഷ്ടമുള്ള ചാനൽ വെച്ചാൽ ഈ ലോകം ഇടിഞ്ഞു പൊളിഞ്ഞു പോവുമോ? ഇല്ലല്ലോ. ഇവിടെ എല്ലാം നമ്മൾ ഒന്ന് സസൂക്ഷ്മം ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ ഈ ലോകത്തിൻ്റെ അവസ്ഥയ്ക്കൊക്കെ പ്രധാന കാരണം ഈ കൊടുക്കൽ വാങ്ങലൊന്നുമില്ല, നിന്ന് പോയി. അതാ പ്രശ്നം. ഈ ലഹരിയുടെ പ്രശ്നം എന്താ? നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്താ ഈ ലഹരി ഇങ്ങനെ കൂടാൻ കാരണം എന്താ? ഞാൻ ആദ്യം പറഞ്ഞു വെച്ചല്ലോ, പ്രവാചകൻ പറഞ്ഞൊരു സന്ദേശമുണ്ടല്ലോ, അയൽപക്കത്ത് ബന്ധങ്ങളെ നമ്മൾ സംരക്ഷിക്കുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല, കരുതുന്നില്ല, അവർക്ക് നമ്മൾ കാവലാകുന്നില്ല, തുണയാകുന്നില്ല, ഇണയുമാകുന്നില്ല. ഇപ്പം നമ്മളെല്ലാം വീട് വെച്ചു, മതിൽ വെച്ചു, CCTV വെച്ചു, നമ്മളെ വീട്ടിലേക്ക് നമ്മൾ ഒതുങ്ങി. ഇപ്പം നമുക്ക് അവരുടെ വീട്ടിൽ നിന്ന് മല്ലിപ്പൊടി വേണ്ട, മുളക് പൊടി വേണ്ട, പഞ്ചാര വേണ്ട, അരി വേണ്ട, കപ്പ വേണ്ട, കറി വേണ്ട, ഒന്നും വേണ്ട. കാര്യം എന്താ? എല്ലാം നമ്മുടെ വീട്ടിലുണ്ട്, അവരുടെ വീട്ടിലുണ്ട്. അവർക്ക് നമ്മളെ ആവശ്യമില്ല, നമുക്ക് അവരെ ആവശ്യമില്ല. ഇന്ന് നമ്മൾ പണ്ടൊക്കെ പോകുമ്പോൾ പുറത്താണ് ഇങ്ങനെ മുറ്റത്ത് നമ്മൾ തുണിയൊക്കെ എടുത്തത്. നമ്മൾ അടുത്ത വീട്ടിൽ പറയും, എൻ്റെ അമ്മ പറയും, സുഭദ്രേ ആ തുണി എടുത്ത് വെക്കണം, മഴ പെയ്യുമ്പോഴേ. ആ പൊയ്ക്കോ ചേച്ചി, നിങ്ങൾ പറഞ്ഞാലേ എടുത്ത് വെക്കുള്ളൂ. എടി ഖദീജ കോഴിക്കോട് അടയ്ക്കാൻ മറന്നു പോയി, ഞാൻ സുഭദ്രയെ വിളിച്ച് കിട്ടിയില്ല, നീ ആ കോഴിക്കോട് അടയ്ക്കണേ. 4 കോഴികളുണ്ട്, 2 കുറുക്കം കൊണ്ടുപോയി. എൻ്റെ അമ്മ പറയണ നാട്ടിൽ അവിടെ ഞങ്ങൾ കോട്ടയം, ഞാൻ ജനിച്ച കോട്ടയത്തെ ഇങ്ങോട്ട് വരുമ്പോൾ തിരുവല്ല ഫസ്റ്റ് കയറിയിട്ട് ഞങ്ങൾ കൊണ്ട് വരുന്നത്. എൻ്റെ മേരി ചേച്ചി ഇനി എന്നാ വരുന്നത്? സങ്കടമല്ലെങ്കിൽ ഇങ്ങനെ പറയാറുണ്ട്. പക്ഷെ ഇന്ന് നമ്മുടെ തുണികളൊന്നും ഇന്ന് മഴ നനയുന്നില്ലല്ലോ. നമുക്ക് സൗകര്യങ്ങളൊക്കെ കൂടി, നമുക്കിത് വർക്ക് ഏരിയ വന്നു, നമുക്ക് അഡീഷണൽ കിച്ചൺ വന്നു, നമ്മുടെ വീടുകൾക്ക് 2-3 മുറികൾ വന്നു. നമ്മുടെ മക്കൾ മുറിക്കകത്ത് കയറി, അപ്സ്റ്റേറിൽ പോയി കയറി, ഒരു മുറിക്കകത്ത് കയറി കഥ കുറ്റിയിട്ടാൽ അവർക്കൊക്കെ ഓരോ മുറികൾ വന്നു. അങ്ങനെ നമ്മുടെ വീട്ടിൽ ബന്ധങ്ങൾ കുറഞ്ഞു, അയൽപക്ക ബന്ധം നമുക്ക് ആവശ്യമില്ലാതായി. എൻ്റെ അമ്മ ഇന്നും ഓർമ്മയുണ്ട്, എൻ്റെ വീട്ടിൽ ആദ്യ നടന്ന സമയത്ത്, എൻ്റെ പെങ്ങളുടെ ഈ ഫംഗ്ഷൻ നടന്ന സമയത്ത് അമ്മ 10-15 കറിക്കത്തി എടുത്തിട്ട് ഓരോ കറിക്കത്തിയും പറയുന്നത് അത് മാളുക്കുട്ടിയുടെ, ഇത് ഖദീജയുടെ, ഇത് ജ്യോതിയുടെ, ഇത് സുഭദ്രയുടെ കത്തി. ഇങ്ങനെ ഓരോ കത്തി എൻ്റെ അമ്മ പറയും. കാര്യം എന്താ? ആ വീടുകളിലെല്ലാം അവിടുത്തെ വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കുവരവുകൾ ആ വീട്ടിൽ അന്ന് ഉണ്ടായിരുന്നു. അപ്പം അവരുടെയൊക്കെ കാര്യങ്ങൾ അന്ന് നടന്നിരുന്നു. അങ്ങനെ അയൽ വീട്ടിൽ പോക്കുവരവെല്ലാം അവർ അന്നുണ്ടായിരുന്നു. ഇന്ന് പോക്കുവരവെല്ലാം ഇല്ല, ഇന്ന് അങ്ങനത്തെ സംവിധാനങ്ങളൊക്കെ ഇല്ല അല്ലേ? ഇന്ന് നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ ആരെങ്കിലും പറയുമോ? വേണേ പറയാം, ഉമ്മ നോക്കുന്നുണ്ട് അറിയാം. അപ്പോൾ ഉമ്മ പറയുന്നത് എപ്പോൾ ഇറങ്ങേണ്ടി, കുറച്ച് കഴിഞ്ഞ് ഇറങ്ങിയാൽ മതി, അവളെ കണ്ണ് കിട്ടുമോ സാധനത്തിന്, നോട്ടം നോക്കിക്കത് ഇല്ലേ? എന്നാൽ അയൽപക്ക ബന്ധമൊക്കെ അത്ര നമുക്കൊരു ബന്ധം സ്വന്തമല്ലാത്ത രീതിയിലൊക്കെ മാറി ബന്ധങ്ങൾ. അപ്പം നമ്മൾ അയൽപക്ക ബന്ധത്തിനകത്ത് നമുക്ക് നോക്കിയാൽ നമ്മുടെ ഈ പ്രശ്നങ്ങളെല്ലാം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ലഹരി എന്ന് പറയുന്ന ദുരന്തത്തിന് നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും.